അപ്പോൾ ഇന്നത്തെ പരിപാടി ഫിഷിംഗ് ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, മീൻ കിട്ടുന്നേരം അറിയിക്കുന്നതായി. ഫിഷിംഗ് ബ്ലോഗ് എവിടെ അടുത്ത് ഇവിടെ ഒന്നും വെള്ളമില്ലല്ലോ മോനെ. എന്തേലും ഒന്ന് പറയും മോനെ. വെറുതെയാണ് ബ്രോ, വെറുതെയാണ് ബ്രോ. കിട്ടില്ലേ? കോഴിക്കുട്ടിയോ അതിനെടുത്തൊറി ഏതൊക്കെ കട്ട് ചെറുതാ വിചാരിച്ചിട്ടില്ലേ? മണ്ണിര കോർക്കുക കേട്ടോ. ഞാൻ അടുത്ത അങ്ങോട്ട് അതാ നമുക്ക് ഇവിടെ കുടുങ്ങി. ഞാൻ പറഞ്ഞു ഏട്ടൻ മാസ് കൊറേ അത് പൊട്ടിയ സീനാന്നാട്ടോ പറയുന്നത്. പൊട്ടിയിട്ട് നീര് എടാ കൊത്തി പൊങ്ങണ്ടോ? പോയി ഇതൊക്കെ പോയതാ. ഞാൻ വേറെ കൊറേ കുളിച്ചോക്ക് ചെക്കന്മാര് മൈദ വയ്ക്കണ്ടേ? കുഴപ്പമില്ലല്ലോ, തോട്ടല്ല കുപ്പിയിലാക്കിയിട്ട് കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കിയാ എല്ലായിട്ട് വേറെ ഒന്നും മാറ്റിച്ചോ. കുറച്ച് മൈദ അതിലേക്കത്തെ മാറ്റിച്ചോ. നല്ല ടൈറ്റിൽ ഇടണം.
നെക്സ്റ്റ് വൺ. ഓ കണ്ടില്ല അതിന്റെ പേരെന്തീനാടാ? ശ്രീമാനോട് കൊടുക്കലേ നമുക്ക് റിലീസും ഉലൂസും ഒന്നും ഇല്ല. ഇതൊക്കെ കൊണ്ടുപോയി തട്ടിയിലേക്ക് റിലീസ് ചെയ്യണം. എല്ലാരും നല്ല ചൂണ്ടടല്. മൈദ ചെറുതല്ലേ? എന്താ കളിക്കണേ? അങ്ങനെയാണ് പിടിക്കണ്ടത്. അങ്ങനെ അറിയാം. ചേക്കരക്കാലേ വായ തെറിപ്പിച്ചാലേ ഉണ്ടോ ഇതുണ്ടോ? നാടൻ ന്യൂസ് ആണുണ്ട്. എല്ലാം വയ്ക്കി എന്താണ് ഇപ്പൊ വെറുതെ ഇട്ടാല് അൽബം വിചാരിക്കില്ലേ അവന് കുട്ടാണ്ട് പോയിന്ന്? ആണോ പറ. ഇതൊന്ന് മൈദട്ടുണ്ടോ? കവർ കെട്ടിയില്ലേ? അതിനും വലുത് അതാ ചെറുത്. ഞാൻ ഇടട്ടെ? ആടെന്തേ ഉണ്ടാവോ? നോക്കാം. നെക്സ്റ്റ് വൺ അതർ. ഇവിടെ കൈതക്കോരേ ഉള്ളൂ. അതൊന്ന് കീറിയൊക്കെ ചെറിയ വീട്ടിൽ കൊണ്ടുപോയി പ്രസരിപ്പിക്കാം. പ്രസവിക്കാൻ അല്ലെങ്കിൽ വയറ്റിൽ വയറ്റിൽ കയറിയുണ്ടോ? അവിടെ ഫുഡ് എടുത്തിട്ടുണ്ട്. അക്കിടണോ? ആ അക്കല്ല ഒരു ദിവസം അതിനെ കൊണ്ട് ഇടണമെന്ന് പറഞ്ഞേ. ഒന്ന് ഇട്ടോക്ക്. അങ്ങനെയല്ലേ പഠിക്കുക. ഇങ്ങനെ ഉള്ളിലോടെ ഇവിടെ വീണാലേ എന്താ കളിക്കണേ? എന്തായി എന്തായി നോക്കിയ? അപ്പോൾ നമ്മൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ചായ കാപ്പി പറ്റ ബൈ.